അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ SYS പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി ഓരോ ജില്ലകൾ തോറും നടന്നുകൊണ്ടിരിക്കുന്ന മാനവ സഞ്ചാരം ഓരോ ജില്ലകൾ പിന്തുടരുമ്പോഴും ഓരോ ജില്ലകൾ കഴിയുമ്പോഴേക്കും ജനമനസ്സുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന മഹാവിസ്മയമായി മഹാപ്രയാണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാനവ സഞ്ചാരങ്ങൾ ഓരോന്നും. ഇന്നലെ സിറാജ് ദിനപത്രത്തിലെ പ്രതിവാരത്തിൽ എഴുതിയിട്ടുള്ള മനുഷ്യരിലേക്ക് പടരുന്ന മഹാപ്രയാണം വായിക്കുകയാണിവിടെ. പല മെയ്യായി മനമൊന്നായി മനുഷ്യരുടെ ആർദ്രമായ ഒഴുക്ക്. ഇന്ത്യ എന്ന ജനാധിപത്യത്തെ രാജ്യത്തെ മനുഷ്യരുടെ സാംസ്കാരിക രാഷ്ട്രീയ പരിച്ഛേദം കാഴ്ചവെക്കുന്ന പ്രയാണം. ചേർന്നു നടക്കുന്ന മനുഷ്യർക്കുമേൽ പിടവുകളുടെ ഒരു ആശയവും ആധിപത്യം നേടരുതെന്ന് ആശ കൊള്ളുന്ന ചർച്ച. മാനവികതയുടെ ഈ തരം വർത്തമാനങ്ങളായി പ്രയോഗങ്ങളായി പരാവർത്തനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഒരാഴ്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടെടുക്കാനാകാത്ത അകക്കാമ്പുകൾ കൂടി ഈ കാഴ്ചപ്പുറങ്ങൾ ബാക്കി വയ്ക്കുന്നു. SYS ആഭിമുഖ്യത്തിൽ പ്രയാണം തുടരുന്ന മാനവസഞ്ചാരം പകരുന്ന ആശയം മാനവികതയൊന്നു മാത്രം. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാട്ടിലെ മനുഷ്യർക്കിടയിൽ പലമാതിരി രാഷ്ട്രീയങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാക്കുന്ന വിടവുകളിലേക്ക് കയറി നിന്ന് സൗഹാർദ്ദത്തിൻ്റെ നടവഴിയുണ്ടാക്കുന്നു. സായാഹ്നങ്ങളിൽ സ്നേഹത്തിൻ്റെ ബഹുവർണം പുരട്ടി ഒന്നിച്ചു നടക്കുന്നു. മിണ്ടിയും പറഞ്ഞും കൈകോർത്തും പിടിച്ചും തൊളുരുമ്മിയും ജനം ചേർന്നു ചുവട് വയ്ക്കുന്നു. പിന്നിട്ട വഴികളും ദേശങ്ങളും ഈ സഞ്ചാര ദൗത്യത്തിൻ്റെ മനസ്സറിഞ്ഞു, ആശയം കേട്ടു, ഐക്യപ്പെട്ടു. നിലച്ചു പോകരുതേ എന്ന് അഭിവാദ്യം പറഞ്ഞു, അറ്റുപോകരുതെന്ന് പ്രാർത്ഥിച്ചു. വെറുപ്പുകൾക്കെതിരായ മനുഷ്യരുടെ ഒത്തിരിപ്പുകൾ കണ്ട് മാനവും മണ്ണും മരങ്ങളും പൂത്തുലഞ്ഞു കാണും. SYS ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിലാണ് മാനവ സഞ്ചാരം. രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ ആശയ സംവേദനങ്ങളുടെ ബഹുമുഖ ദൗത്യങ്ങളായാണ് SYS സംഘം കേരള പര്യടനം നടത്തുന്നത്. പുലർക്കാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലെ മനുഷ്യരൊത്തുള്ള സവാരിയോടെയാണ് മാനവ സഞ്ചാരത്തിൻ്റെ ഓരോ ദിനവും തുടങ്ങുക. ജീവിതശീലങ്ങളും നടത്തവും വ്യായാമവും ഭക്ഷണശീലങ്ങളും ഓർമ്മിപ്പിച്ച് നാട്ടുവർത്തമാനങ്ങളും നന്മകളും പങ്കുവച്ച് മുതിർന്നവരും ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ അടങ്ങുന്ന ചേർന്നു നടത്തം. ഒടുവിൽ വട്ടമിട്ടു നിന്ന് നാടിൻ്റെയും നാട്ടുകാരുടെയും കുടുംബത്തിൻ്റെയുമൊക്കെ നന്മകൾ ഉദ്ഘോഷിക്കുന്ന വർത്തമാനം. ഈ പ്രഭാതങ്ങൾ ഇനിയൊരു ശീലമാകട്ടെ എന്ന് പ്രതീക്ഷയോടെ ആളുകൾ സ്നേഹത്തിൻ്റെ കരങ്ങൾ സമ്മാനിച്ച് പിരിയൽ. ഹൃദയാനുഭവത്തിൻ്റെ സുപ്രഭാതം സമ്മാനിച്ച ആശയത്തോട് അവർ ഐക്യപ്പെടുന്നു. പകൽ വെയിലാറും വരെയും ഓരോ ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിൽ സംഘങ്ങളായി സഞ്ചരിക്കും ഈ ദൗത്യസംഘം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ചരിത്ര സ്മാരകങ്ങൾ, അനുഭവത്തിൻ്റെ തീച്ചൂളകൾ താണ്ടി ഈ നാടിനൊപ്പം നടന്നവർ, കാരുണ്യം കൊണ്ട് ആളുകളെ കാത്തുപോരുന്ന കേന്ദ്രങ്ങൾ തുടങ്ങി മാനവികതയുടെ നീരുറവകൾ തേടിയും അറിവും അനുഭവങ്ങളും പങ്കുവെപ്പുകളും ആശിച്ചുള്ള സഞ്ചാരപ്പകൽ. ജില്ലാ കേന്ദ്രത്തിൽ യാത്രാ നായകൻ, യുവജനപ്രതിനിധികൾ, സംരംഭകർ, സാമൂഹിക പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി മാനവസഞ്ചാരത്തിൻ്റെ ആശയങ്ങൾ പങ്കുവയ്ക്കും. അവരെ കേൾക്കും, കൂട്ടായ ആലോചനകൾ നടത്തും. പല ദിക്കുകളിലേക്ക് പടർന്നുപോയ സംഘാംഗങ്ങളെല്ലാം വെയിലാറിയ നേരം സംഗമിക്കും. മാനവസഞ്ചാരത്തോട് ചേർന്ന് നടക്കാൻ ജില്ലയിലെ മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുന്നു. പിന്നെ അവർ ഒന്നായി തോൾ ചേർന്ന് നടക്കുന്നു. കൊടിയാഭരണങ്ങളോ മുദ്രാവാക്യങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ സൗഹൃദത്തിൻ്റെ കൊച്ചു വർത്തമാനങ്ങളും സ്നേഹത്തിൻ്റെ ഹസ്തദാനങ്ങളുമായി വെളുപ്പിൻ്റെ പദസഞ്ചലനം. നൂറുകണക്കിന് മനുഷ്യർ അവരെ അനുഗമിക്കുന്നു. മാനവികതയുടെ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ചെറു ബാനറുകൾ ഏന്തി വഴി നീളെ SYS പ്രവർത്തകർ അഭിവാദ്യം ചെയ്യുന്നു. നാടിൻ നന്മയുടെ കാഴ്ച കണ്ട് പാതയോരങ്ങളിലെ മനുഷ്യരും മാനവസഞ്ചാരത്തോട് ഐക്യപ്പെടുന്നു. സന്ധ്യയോട് ചേർന്നാരംഭിക്കുന്ന മാനവ സംഗമത്തിൽ സഞ്ചാര നായകരും അതിഥികളും മാനവികതയുടെ നാളുകൾക്ക് വേണ്ടി സംസാരിക്കും.
തീരരുതാത്ത വിളക്കുമാടങ്ങൾ കൊളുത്തിവെക്കേണ്ടതിനെപ്പറ്റി അവർ വാചാലരാകും. നന്മയുടെ ചേർച്ചകൾക്ക് തുടർച്ചകൾ ഉണ്ടാകണമെന്ന് എല്ലാവരും യോജിക്കും. നാടിൻ നന്മയുടെ പുരോഗതിയും ഭാവിയുടെ തലമുറയും അവർക്കു വേണ്ട മാറ്റങ്ങളുമൊക്കെ വിളംബരം ചെയ്താണ് മനുഷ്യരുടെ ആകുലതകൾ ഏറ്റുപറഞ്ഞ് ആവശ്യങ്ങൾ ഏറ്റെടുത്തും പരിഹാരം പറഞ്ഞുമാണ് മാനവസഞ്ചാരം മുന്നോട്ട് പോകുന്നത്. ജില്ലകളുടെ പ്രശ്നങ്ങളും പ്രതീക്ഷകളും പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ മാനവസഞ്ചാരം ശ്രദ്ധ പുലർത്തുന്നു. ആത്യന്തികമായ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും മനുഷ്യരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഊന്നിപ്പറയുന്ന മാനവസഞ്ചാരം കേരളത്തിൻ്റെ സാമൂഹിക ഭൂപടത്തിൽ SYS പണിത സാംസ്കാരിക എടുപ്പുകളുടെ ചരിത്രം സ്മരിച്ച് സേവനനിരതമായ 7 പതിറ്റാണ്ടിൻ്റെ പൂർണ്ണതയിൽ തൃശ്ശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തെ ഓർമ്മിപ്പിച്ചുകൂടിയാണ് മാനവസഞ്ചാരം ഓർമ്മകളുടെ ദൃശ്യങ്ങളൊരുക്കി ദൗത്യം തുടരുന്നത്. ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് ഈ പ്രയാണം. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ മാനവികതയെ ഉണർത്തുന്നു എന്നീ സന്ദേശങ്ങൾ ഉയർത്തി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രകൾ തെളിച്ച വഴികളിലൂടെയാണ് മാനവസഞ്ചാരത്തിൻ്റെയും ജൈവിക ചലനം. കാസർഗോഡ് നിന്ന് മനുഷ്യരുടെ കൈകോർത്തു പിടിച്ച് നടന്നു തുടങ്ങിയതാണ് മാനവസഞ്ചാരം. തലസ്ഥാനം ലക്ഷ്യമാക്കിയാണ് പ്രയാണം. ഡിസംബർ 1 മാനവസഞ്ചാരം തിരുവനന്തപുരത്ത് സമാപിച്ചാലും ഈ ആശയത്തിന് തുടർച്ചയുണ്ടാകുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സ്നേഹത്തിന് തുടർച്ചയുണ്ടാകാതെ പറ്റില്ല. ബന്ധങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കാനുമാകില്ല. മാനവികതയുടെ കണ്ണികൾ അറ്റുപോകാതെ കാത്തുവയ്ക്കാനുള്ള കരുതലാണല്ലോ കാലം ആവശ്യപ്പെടുന്നത്. ആ നിശ്ചയദാർഢ്യവുമായാണ് മാനവസഞ്ചാരം ചരിത്രത്തിലേക്ക് ചുവടുവെക്കുന്നത്. 3ാം കേരളയാത്ര. കേരളത്തിൻ്റെ സാമൂഹിക മനസാക്ഷികളോട് സൗഹൃദം പറഞ്ഞ് ഇത് 3ാം ചർച്ച. 1999-ലും 2012-ലുമായിരുന്നു ആദ്യ 2 കേരളയാത്രകൾ. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നതായിരുന്നു ആദ്യ യാത്രയുടെ സന്ദേശം. നായകൻ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഒരു വ്യാഴവട്ടം കടന്ന് 2012-ൽ ഇതേ പാതയിലൂടെ വീണ്ടും ഒരു യാത്ര. പ്രമേയം മാനവികതയെ ഉണർത്തുന്നു. അക്കുറിയും കാന്തപുരം ഉസ്താദ് തന്നെയായിരുന്നു യാത്ര നയിച്ചത്. വർഗീയ രാഷ്ട്രീയ വൈരങ്ങളിൽ മാനവികമായ പാരസ്പര്യങ്ങൾ കടമെടുത്തു പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾക്ക് നടുവിലാണ് കാന്തപുരം ഉസ്താദ് മാനവികത വിളംബരം ചെയ്ത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലെ പ്രതിനിധികളെയെല്ലാം ഒന്നിച്ചിരുത്തി കേരളയാത്രകൾ സംഘടിപ്പിച്ചത്. കേരളത്തിലെ സമസ്ത നേതൃത്വത്തിലുള്ള ഉലമാക്കളുടെ സാമൂഹിക ജാഗ്രതയുടെ വിളംബരമായാണ് യാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടത്. നാടിനോടും സമൂഹത്തോടും സന്ദേശം വിളിച്ചു പറയുക മാത്രമല്ല, യാത്രയുടെ സംഘാടനത്തിലൂടെ സ്നേഹത്തിൻ്റെ ആശയം ഉൾവഹിക്കാനും അതിന് വക്താക്കളായിരുന്നു സേവനം ചെയ്യാനുമുള്ള പ്രതിജ്ഞയും പ്രോത്സാഹനവും കൂടിയാണ് നേതൃത്വം പ്രവർത്തകർക്ക് നൽകിയത്. വീണ്ടും ഒരു ദശകം പിന്നിട്ട് മറ്റൊരു യാത്ര കൂടി നാട് സാക്ഷിയാകുന്നു. കലുഷ്യങ്ങൾ ഉയരുമ്പോൾ മതങ്ങൾക്കു നേരെ സംശയത്തിൻ്റെ നോട്ടങ്ങളുണ്ടാകും. മതവിശ്വാസികളെ 2 ചേരിയിൽ നിർത്താൻ ശ്രമങ്ങളുണ്ടാകും. അരികുവൽക്കരിച്ച് വിദ്വേഷം പടർത്തുക എളുപ്പമാണ്. മുൻവിധികളുടെ ഇരകളാകാൻ വിധിക്കപ്പെടുക അധികവും മുസ്ലിങ്ങളുമായിരിക്കും. ഈ ഘട്ടങ്ങളിലാണ് മതത്തിനൊരു ദൗത്യമുണ്ട് എന്ന ഉത്തരവാദിത്വ ബോധം പരിശ്രമങ്ങളായി പൊതുമധ്യത്തിലിറങ്ങുക.